ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചതിന് വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം സഹപാഠികൾ അടിച്ചു തകർത്തു എന്നൊരു വാർത്തയാണ് കേട്ടോ. ഇടുക്കി തൊടുപുഴയിലെ ഗ്രാൻഡിസ് ടെക്നോളജി കോളേജിൽ പഠിക്കുന്ന അണക്കര സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പ്രതി പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയ ശേഷം വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു. പ്രതികരണം കേൾക്കാം ആദ്യം. ഒരു ദിവസം ഇങ്ങനെ കഞ്ചാവ് പോലത്തെ സാധനം വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് തന്നെ ഞാൻ അവിടുത്തെ സാറിനോട് പറഞ്ഞു, സാറേ എന്നോട് കഞ്ചാവ് പോലത്തെ എന്തോ വലിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു വീഡിയോ എടുത്ത് അയച്ചു വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോ ഫോട്ടോസ് എല്ലാം ഞങ്ങൾ അയച്ചു കൊടുത്താൽ അന്ന് തന്നെ സാറുമാർ വന്ന് എല്ലാം നോക്കി. അന്നൊന്നും കിട്ടിയില്ല. പിന്നെ സാറ് പോയി കഴിഞ്ഞ് ഇത് തന്നെയായിരുന്നു, വലിയോട് വലിയായിരുന്നു. ഞാൻ അന്നേരം വീഡിയോ എടുത്ത് വീണ്ടും സാറിന് അയച്ചു കൊടുത്തു. അന്നേരം ആ വീഡിയോയിൽ എങ്ങനെയാണുള്ളത് അതേപോലെ അമ്മമാരെ 3 പേരെയും ചോദ്യം ചെയ്ത് ഭയങ്കര തെറിയും പറഞ്ഞുകൊണ്ട് കയറി വരുന്നത്. അന്നേരത്തേക്കും തന്നെ അവൻ എൻ്റെ കയറി വരികയും കുറച്ച് കഴിഞ്ഞ് തെറി പറഞ്ഞ് എൻ്റെ ഇവിടെ കയറി ഒരു പിടിച്ചിങ്ങനെ എണീപ്പിച്ച് ആ വേന കൊണ്ട് എണീറ്റു. ആ സമയത്ത് തന്നെ അവൻ ഇവിടെ ഇടിക്കുകയും കൂടെ ആയിരുന്നു. ഭയങ്കര തെറി. അത്രയും അവനെ അമ്മരെ പിടിക്കുന്നതിന് തന്നെ അവനെ ആ സമയത്ത് ഇറങ്ങിപ്പോയി. ആൽവിൻ തോമസ് വിവരങ്ങളുമായിട്ട് ഇടുക്കിയിൽ നിന്നുണ്ട്. ആൽവിൻ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഒരു പദം പറച്ചിലല്ല, പക്ഷേ എങ്കിലും സമൂഹത്തിന്റെ പോക്ക് കാണുമ്പോഴത്തേനും ഒരു ചെറിയ ആശങ്കയും പേടിയൊക്കെ തോന്നുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന സംഭവങ്ങൾ, പ്രായപൂർത്തിയാകാത്ത കുറച്ച് കുട്ടികൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇടുക്കിയിൽ നിന്നും സമാനമായ രീതിയിൽ ഒരു കുട്ടിയെ ഇത്രയും മോശമായി അല്ലെങ്കിൽ അതിനെ മർദ്ദിച്ച് അവശനാക്കുന്ന രീതി സഹപാഠികളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള വാർത്ത കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ശരിക്കും സംഭവിച്ച കാര്യം എന്താണ്? ഈ അതിക്രമത്തിന് ഇരയായ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ? ഇതിൽ കോളേജ് അധികൃതരുടെ വാദം അതെങ്ങനെയാണ് ആൽവിൻ? സേതു പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും പൊറുക്കാനാകാത്ത തരത്തിലുള്ള ഒരു കുറ്റകൃത്യം എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അത് കുറ്റകൃത്യം നടത്തിയത് പ്രായപൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന് പറയുന്നൊരു സ്വകാര്യ സ്ഥാപനം, അവിടെ ലാപ്ടോപ്പ് മൊബൈൽ സർവീസിംഗ് ടെക്നോളജി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെ താമസിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഈ ദാരുണമായ സംഭവം പങ്കുവയ്ക്കുന്നത്. ഇവിടെ സ്ഥിരമായി അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, പ്രായപൂർത്തിയാകാത്ത ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നു, കഞ്ചാവ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഈ വിദ്യാർത്ഥി മനസ്സിലാക്കുകയും ആ വിദ്യാർത്ഥിയോട് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി അധ്യാപകനോട് പരാതിപ്പെടുകയാണ് ഈ വിദ്യാർത്ഥി. അധ്യാപകൻ പറയുന്നു ഇത് മൊബൈലിൽ ചിത്രീകരിക്കുക, ഇവർ ഈ ലഹരി ഉപയോഗിക്കുന്നതും കഞ്ചാവ് ഉപയോഗിക്കുന്നതൊക്കെ മൊബൈലിൽ ചിത്രീകരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ അധ്യാപകന് ഈ മൊബൈലിൽ ചിത്രീകരിച്ച് ഈ വിദ്യാർത്ഥി കൊണ്ട് കൊടുക്കുകയാണ്. പക്ഷേ അധ്യാപകൻ അവിടെ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്താത്തത് കൊണ്ട് തന്നെ പിന്നീട് ഈ കുട്ടിയോടുള്ള വൈരാഗ്യം മൂത്താണ് കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ ജനനേന്ദ്രിയം തകർക്കുന്ന സംഭവം ഉണ്ടാക്കിയത്. മർദ്ദിച്ചാണ് ജനനേന്ദ്രിയം തകർത്തത്. 2 പേർ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. അവരെ 2 പേരെയും ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒരാളുടെ അറസ്റ്റ് മാത്രമാണ് നടത്തിയത്. അയാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. അയാളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി വീട്ടുകാർക്കൊപ്പം അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കുട്ടി വളരെ ഗുരുതരമായ സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കുട്ടിയുടെ ശസ്ത്രക്രിയ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നു എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിയുന്നു. ഈ കുട്ടിയുടെ പരാതിയിൽ മറ്റുള്ള 2 പേർക്കെതിരെയും കേസെടുക്കണമെന്നുള്ള ശക്തമായ ആവശ്യം കൂടി വരുന്നുണ്ട്. മറ്റ് 2 പേർ പ്രായപൂർത്തിയായവരാണ്. എന്നാൽ ഈ മർദ്ദിച്ച ആൾ പ്രായപൂർത്തിയായിട്ടുള്ള വിദ്യാർത്ഥി അല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അണക്കര സ്വദേശിയാണ് ഈ കുട്ടി. ഇവിടെ തൊടുപുഴയിൽ വന്നാണ് ഈ കോഴ്സ് പഠിക്കുകയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുകയും ചെയ്തത്. കുട്ടിയുടെ ജനനേന്ദ്രിയം മർദ്ദിച്ച് തകർത്ത സ്ഥിതിയാണ് ഉള്ളത്. ശരി ആൽവിൻ, ശരി.